വേർഡ് ഓഫ് ഗോഡ്. മർക്കോസ് 12:30. മർക്കോസ് 12:30. നീ നിന്റെ ദൈവമായ കർത്താവിനെ നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ബഹിസ്ഫുരണമായിട്ട് എക്സ്പ്രഷൻസ് ആയിട്ടാണ് പ്രെയർ വരുന്നത്. കാര്യം സ്നേഹത്തിൻ്റെ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ട് എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അപ്പോൾ നമ്മൾ ദൈവം ഉദ്ദേശിക്കുന്നത് ഈ പ്രാർത്ഥന വിശ്വാസത്തിൽ നിന്നുണ്ടാകാം, പ്രത്യാശയിൽ നിന്നുണ്ടാകാം. പക്ഷേ ദൈവം അവിടെ കുറിച്ച് വെക്കുന്നത് സ്നേഹത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യണ വിശ്വാസത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരത്തില്ലല്ലോ. പക്ഷേ സ്നേഹത്തിലാണ് വന്നിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സ്നേഹത്തിലല്ല. വസ്തുവിനോട് സ്നേഹമുണ്ട്, അത് വിറ്റ് മകളോട് സ്നേഹമുണ്ട്. എന്താണ്? അവളെ കെട്ടിക്കണമെങ്കിൽ വസ്തു വിൽക്കണം, അതിനാണ് വന്നിരിക്കുന്നത്. ഇത് ദൈവത്തിനറിയാം, അതാണ് കുഴപ്പം. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്നേഹം വിഷയത്തോടും വിശ്വാസം ദൈവത്തോടുമായിട്ടാണ് ഇപ്പോൾ മറിഞ്ഞു കിടക്കേണ്ട ഈ സംഭവം. അതൊന്ന് തിരിച്ചിടണം. എന്ത് ചെയ്യണം? ഇവിടെ വരുമ്പോൾ സ്നേഹം ദൈവത്തോടായിരിക്കണം. ഇപ്പം സ്നേഹം എന്താണ്? ഒരു കുഞ്ഞുണ്ടായി, എത്ര പേർക്ക് കുഞ്ഞുണ്ട് കർത്താവ്, എനിക്ക് മാത്രം കുഞ്ഞില്ലെന്ന് പറയും. ഇതല്ലേ ഈ ആവരാതിയല്ലേ പറയണത് മക്കളില്ലാത്തവർ. ഈ ടിജിയുടെ ഒരു സാക്ഷ്യത്തിൽ എന്താ പറയണമെന്ന് അറിയാമോ? ടിജി എന്ന് പറയണത്, ടിജിയുടെ ഭർത്താവ് ജസ്റ്റോട് അനിയൻ സംസാരിക്കത്തില്ല. ജസ്റ്റോട് അനിയൻ സംസാരിക്കത്തില്ല. ആ അനിയൻ്റെ വൈഫിനെ അവർ സംസാരിക്കാത്ത കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന ജീവിത പങ്കാളിയും സംസാരിക്കുന്നത്. ഇവർ രണ്ടുപേർക്കും കേൾക്കാനും പാടില്ല, സംസാരിക്കാനും പാടില്ല. കേൾക്കാനും പാടില്ല. അത് ഈ ടിജിയുടെ അനിയന്, ഭർത്താവിൻ്റെ അനിയന് സംസാരിക്കാനും പാടില്ല, കേൾക്കാനും പാടില്ല. അതുപോലെ തന്നെ ജീവിത അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അതുപോലെ ഒരാളാണ്. അതുങ്ങൾക്ക് രണ്ടുപേർക്കും കേൾക്കാനും പാടില്ല, സംസാരിക്കാനും പാടില്ല. ഇത് സങ്കടമാണ്. ഇപ്പോൾ എന്താ പ്രശ്നിക്കുന്നത്? 8 കൊല്ലമായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളും ഇല്ല. അപ്പോൾ ടിജിയും ഹസ്ബൻഡും വിചാരിച്ച് ഒന്നാമത് അവരുടെ ജീവിതത്തിൽ തന്നെ അവർക്ക് സങ്കടമാണ്. പിന്നെ ഒരു കുഞ്ഞങ്ങനെ കിട്ടിയെങ്കിൽ അവരതിൻ്റെ സന്തോഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവരോടത് കൺവേ ചെയ്യാൻ പറ്റണില്ല. കാര്യം ഈ 8 കൊല്ലമായിട്ട് അവർക്ക് മക്കളില്ല. അപ്പോഴാണ് പിന്നെ ഇവർ ഉടമ്പടിയെക്കുറിച്ച് അറിയണത്. അങ്ങനെ ടിജി ഹസ്ബൻഡ് വന്ന് ഉടമ്പടി എടുത്ത് അതെല്ലാം കേട്ട് അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്തപ്പോൾ അവളുടെ നിയോഗത്തിൽ അവൾ പറഞ്ഞു, എൻ്റെ അനിയത്തിക്ക് കുഞ്ഞുങ്ങൾ വേണം കർത്താവ് എന്ന് പറഞ്ഞു. അവൾക്കതുപോലെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കേൾക്കാമല്ലോ, പക്ഷേ അവർക്ക് കേൾക്കാനും സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇവർക്ക് ഉടമ്പടിയുടെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആര്? ടിജിയുടെ അനിയത്തിക്ക് അറിയത്തില്ല, ഭർത്താവിനും അറിയത്തില്ല. അവരെ ഉടമ്പടി പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ടിജി എന്ത് ചെയ്ത്, ടിജി ഈ ഉടമ്പടി തൈലം എടുത്തിട്ട് അവളുടെ വയറ്റിൽ അടിവയറ്റിൽ കുറിച്ചിട്ട് ഇടച്ചൻ പറഞ്ഞു, ഈശോ ഞാനീ കുറിച്ചിട്ട് എന്താണെന്ന് അറിയാമോ? അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറയും. ഇത് കമ്മ്യൂണിക്കേഷൻ പണ പോക്ക് കണ്ടില്ലേ? അങ്ങനെ ഇവർ ഉടമ്പടി തൈലം എല്ലാ ദിവസവും കുറിച്ച് വരക്കും. അവളുടെ വയറെല്ലാം കൊണ്ടുപോയി കുറിച്ചിട്ട് കൊടുക്കും. ഇവളുടെ വയറെല്ലാം കുറിച്ച് വരച്ചിട്ട് അത് അവളുടെ വിശ്വാസപ്രമാണം ചെല്ലുകയാണ്. പക്ഷേ അവളുടെ വിശ്വാസപ്രമാണം ചെല്ലാൻ അവൾക്ക് അറിയത്തില്ല, സംസാരിക്കത്തില്ല, വിശ്വാസപ്രമാണം അറിയത്തുമില്ല. അതുകൊണ്ട് ആക്ടിവേഷനൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ടിജി എന്ത് ചെയ്യും? അവളുടെ വയറ്റെ കുറിച്ചിട്ട് വെച്ചും അതുപോലെ തന്നെ അനിയത്തിൻ്റെ വയറെല്ലാം കൊണ്ടൊരു കുറിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. ഒരു ദിവസം അവരുടെ വീട്ടിൽ മാതാവ് വന്ന് ഈ ഒക്ടോബർ മാസം. അപ്പോൾ അവർ ഉടമ്പടി ജീവിക്കുകയാണ്. അപ്പോൾ ഉടമ്പടി ഞാനിവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടിക്കാർക്ക് ഒക്ടോബറും മെയ്യും പ്രധാനപ്പെട്ട മാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്നോട് കർത്താവ് ഒരു ദിവസം പറഞ്ഞതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഓർക്കും അച്ഛൻ പറഞ്ഞു ഒക്ടോബറും മെയ്യും, അപ്പം പിന്നെ മറ്റു മാസങ്ങളെല്ലാം എന്ത് ചെയ്യും? എല്ലാ മാസവും ദൈവാനുഗ്രഹം ഉണ്ടാകും. പക്ഷേ ഇത് പ്രത്യേക ഒരു നല്ലൊരു മാസമാണ്. മാതാവിൻ്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹമുള്ള മാസമായിട്ടാണ് അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവം ആൾക്കാരോട് പറയും. കൃപാസനത്തിൽ എപ്പോഴും നല്ല വലിയ സംഭവമൊക്കെ നടക്കുന്നത് മെയ് മാസത്തിലും ഒക്ടോബർ മാസത്തിലുമാണ്. പക്ഷേ വേറൊരു മാസം കൂടിയുണ്ട്, ആ മാസത്തിൽ കൂടി ഞാൻ പറയത്തില്ല. അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. എന്താ അപ്പോൾ ഇവളെന്ത് ചെയ്യുന്നറിയാമോ? ഇവൾ ഒക്ടോബർ മാസത്തിൽ ഉടമ്പടി എടുത്തിട്ട് അവൾ കൊണ്ടുപോയി ഈ തൈലം തേക്കും. അപ്പോൾ എന്നിട്ട് അമ്മയോട് പറയാം, അമ്മേ ഞാൻ നിൻ്റെ മാസത്തിലാണ് ഞാൻ തൈലം തേച്ചിരിക്കുന്നത്. അവൾക്ക് കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അത് അമ്മ തന്നതാണെന്ന്
ഞങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇപ്പം ഭയങ്കര ഡയലോഗ് രസമാണ്. കാര്യം നമുക്ക് എല്ലാവർക്കും സംസാരിക്കാൻ പറ്റും ഇതുപോലെ ദൈവത്തോട് സംസാരിക്കണം മക്കളെ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വൃത്തിയും മെനയോടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സംസാരിക്കുന്ന ഒരു കുഴപ്പമുണ്ടാകത്തില്ല. അമ്മ അതെല്ലാം കേൾക്കുകയും ചെയ്യും. ഇപ്പം എന്നാ പറ്റും, ഒരു ദിവസം അവിടെ വീട്ടിൽ അതുപോലെ ഒക്ടോബർ മാസം ഉടമ്പടി എടുത്ത് ഒരു ദിവസം അവിടെ കൊന്ത മാസം അവിടെ വീട്ടിൽ മാതാവ് വന്ന്, ഇടവകയിലൊക്കെ മാതാവിനെ കൊണ്ടുപോകത്തില്ലേ, ഒരു മാസത്തേക്ക് വെക്കത്തില്ല ഒരു വീട്ടിൽ. അപ്പോൾ അമ്മായിയമ്മ പറഞ്ഞു, മാതാവ് തിരിച്ചു പോകാൻ നേരത്ത് അമ്മായിയമ്മ പറഞ്ഞ്, നിൻ്റെ വയറ്റിൽ ഇത് തേച്ചിരിക്കണമല്ലേ, മാതാവിനെ നീ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. മാതാവിന് ഇവളെടുത്ത് കൊടുക്കുകയും പെട്ടെന്ന് കറണ്ട് അടിച്ച് രൂപത്തെ ഒന്ന് ശക്തി അടിച്ച്. അപ്പോഴുടനെ ഇങ്ങനെ അവൾ പറഞ്ഞു, ഇങ്ങനെ അടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ ഒരു മറ്റവർക്ക് കാര്യം അവരോട് ടെസ്റ്റ് ചെയ്ത്, അപ്പോൾ അവൾ പ്രഗ്നൻ്റായി. മനസ്സിലായില്ലേ? ഇത് നമ്മളവർക്ക് ഇതൊന്ന് കേട്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ദൈവം അങ്ങനെ ജീവിക്കുക, ദൈവം ഇങ്ങനെ കൂടങ്ങ് ജീവിക്കുക. നമ്മളൊന്ന് ഒരു മിനിമം ഒരു സത്യസന്ധത കാണിച്ചാൽ മതി. നമ്മളിതൊരു അലംഭാവത്തോടെ കണ്ടിട്ടാണ് ദൈവത്തിന് നമ്മളൊന്നും ദൈവത്തിന് ഭയങ്കര സങ്കടമാണ് നമ്മുടെ ഉടമ്പടിയെ. കാര്യം ദൈവത്തിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്നുണ്ട്. പക്ഷേ ഈ സത്യക്കേടുള്ള സ്ഥലത്ത് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ ഈ ഊട്ട കൊണ്ട് കണ്ണടച്ച് ഇരുട്ട് കൊണ്ട് ഊട്ടടക്കുകയൊക്കെ ചെയ്ത് ഉടമ്പടി ഒപ്പിക്കത്തില്ലേ? അങ്ങനെ ഒപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ദൈവത്തിന്. കാരണം നമ്മുടെ സത്യക്കേടുണ്ടല്ലോ, അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇന്നലെ ഞാൻ കുറേ പേരെ പറഞ്ഞു വിട്ട്, അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വല്യമ്മ എനിക്ക് ഒരു ജപ്തിയാണെന്നും പറഞ്ഞ് അവിടെ നിന്നൊരു ചീട്ട് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത്, ഞാനിപ്പോൾ ഇവിടെ വന്നാൽ ഇപ്പോൾ അവിടുന്ന് ചീട്ട് കിട്ടിയാലും ഞാനിവിടെ ചെക്ക് ചെയ്യും. കാരണം ഫ്രോഡുകൾ വരാതിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ ആളെ നിർത്തിയിട്ടുണ്ട് ഇവിടെ. കാര്യം ഉടമ്പടിയാണ്, അത് സത്യസന്ധമായിരിക്കണം. സത്യത്തിലല്ലാത്ത ആൾക്കാരെ കയറരുത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇത് 23 ഉടമ്പടിയാൻ പറ്റിയാണ്. ഇവർക്കെന്തോ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവർ അച്ഛനെ കാണാൻ വേണ്ടി കൊണ്ടുവന്ന് പുതുക്കുകയാണ്. ഇവർക്ക് ഉടമ്പടി ഇല്ലവർ. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി കൊണ്ടുവന്ന് പുതുക്കിയിട്ട് അവരുടെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന്. അപ്പോൾ ജപ്തി എന്നാണ് എഴുതിയിരിക്കുന്നത്, ജപ്തി. പക്ഷേ ഈ ചേട്ടത്തി എൻ്റെ തരണം എന്താണ്? പാസ്പോർട്ട് പോരെ. അവിടെ ജപ്തി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് തരണത് മകൻ്റെ പാസ്പോർട്ട്. അപ്പം ഞാൻ നോക്കിയിട്ട് ഒക്കണില്ല തമ്മിൽ. ഞാൻ ചേട്ടത്തി ഇത് കൂട്ടിയാൽ കൂടത്തില്ല. കാര്യം നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ കൂട്ടിയാലും കൂടത്തില്ല. അതുകൊണ്ട് വണ്ടി വിട്ടേക്കാൻ പറഞ്ഞു. മര്യാദയ്ക്ക് ഉടമ്പടി കറക്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അതായത് സീരിയസ് വിഷയമാണ്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ ഉടായ്പകൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നില്ല പോലും നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം ഇന്ന്. അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോയാലുണ്ടല്ലോ, നിങ്ങളെന്ത് വലിയൊരു ദൈവത്തിന് എന്തുമാത്രം നിങ്ങൾ അനുഗ്രഹിക്കാമെന്നറിയാവോ? നിങ്ങൾ സമ്മതിക്കുന്നതിൽ അനുഗ്രഹിക്കാൻ, അതല്ലേ കുഴപ്പം. നിങ്ങളുടെ കാലം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ദൈവത്തിന് അനുഗ്രഹിക്കുക. കാരണം ദൈവത്തെ ഇപ്പോൾ ഇവളുടെ കാര്യം ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ കമ്പനി എന്താ പറഞ്ഞത്? ഇപ്പോൾ അവൾ പ്രഗ്നൻ്റായി, അവൾ ആ കുഞ്ഞിനെയും കൊണ്ടാണ്, ആ കണ്ണും കാണാൻ ചെവിയും കേൾക്കാൻ പോലെ സംസാരിക്കാത്ത ചേച്ചി, ആ ഭർത്താവും ഈ ടിജിയും എല്ലാവരും കുഞ്ഞിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അവിടെ കുഞ്ഞിനെക്കുറിച്ച് ടിജി പറയണെന്തറിയാമോ? നോക്കിയേ, അപ്പന് സംസാരിക്കാൻ പറ്റത്തില്ല, അപ്പന് കേൾക്കാനും പറ്റത്തില്ല, അമ്മയ്ക്കും കേൾക്കാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവ് തന്ന കുഞ്ഞിന് കേൾക്കുകയും ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാവുന്നു. അപ്പം ദൈവം തന്നു കഴിയുമ്പോൾ പിന്നെ ഒന്നും നോക്കത്തില്ല. അവിടെ മെറിറ്റും ഡീമെറിറ്റും ഒന്നും നോക്കത്തില്ല. അതാണ് എൻ്റെ വിഷയം. അപ്പം ദൈവത്തിന് സത്യസന്ധമായ ആൾക്കാരെ കിട്ടണം, വിശ്വസ്തതയുള്ള ആൾക്കാരെ കിട്ടണം. ഈ ഉടമ്പടി എന്ന സംവിധാനത്തിന് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് ജനങ്ങളെല്ലാം ഉടമ്പടിയുടെ സ്റ്റാൻഡേർഡിൽ വരാൻ വേണ്ടിയാണ്. ദൈവം, നിനക്കറിയാലോ, ദൈവം ഉടമ്പടിയെ ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും ദൈവം ചെയ്യുന്ന ഒരേ ഒരു പരിപാടി ഉടമ്പടിയാണ്. അപ്പോൾ ഉടമ്പടി എന്തിനാണ് ഉടമ്പടി ചെയ്യണത്? ഈ നമ്മളെല്ലാവരും ഉടമ്പടിയുടെ സ്റ്റാൻഡേർഡിൽ വരണം. വിശുദ്ധീകരണത്തിന് ശക്തീകരണത്തിന് ഉടമ്പടിയുടെ സ്റ്റാൻഡേർഡിൽ വരണം. എന്നിട്ട് ദൈവത്തോട് ബയലാട്ടറായിട്ട് ഉഭയകക്ഷിയായിട്ട് ദൈവദുരുസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിക്കേഷന് ഒരു ബ്ലോക്കുമില്ല. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ മഹത്വം, യേശുവെ ആരാധന. എൻ്റെ പേര് അപർണ, ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ പിതാവ് വിക്രമൻ. എൻ്റെ പപ്പയ്ക്കുണ്ടായ ഒരു രോഗസൗഖ്യത്തെ പറ്റിയാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ വന്നിരിക്കുന്നത്. 2022 ഫെബ്രുവരി
ഫെബ്രുവരിയിലാണ് പപ്പ ആദ്യമായി ഇവിടെ കൃപാസനത്തിലേക്ക് വരുന്നത്. ഞങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ ജനിച്ചവരല്ല, അതുകൊണ്ട് തന്നെ കൃപാസനത്തെ പറ്റിയോ ഉടമ്പടിയെ പറ്റിയോ ഒന്നും ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല. യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് പപ്പയ്ക്ക് ഇവിടെ വരണമെന്ന് തോന്നിയത്. പക്ഷെ വന്ന അന്ന് തന്നെ വർഷങ്ങളായിട്ട് ചികിത്സിച്ചുകൊണ്ടിരുന്ന കാലുവിലെ മുട്ടുവേദനയും നീരും ഒക്കെ അമ്മമാതാവ് മാറ്റി തന്നു. അപ്പോൾ തന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടായി, അമ്മമാതാവിന് നമ്മളെ സഹായിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അടുത്ത മാസം മാർച്ച് 12-ാം തീയതിയാണ് പപ്പ ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത്. അത് കഴിഞ്ഞ് നിരവധി അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. അതെല്ലാം പപ്പ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം അമ്മ മാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. മാതാവ് എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുക്കണമെന്ന്. അതെനിക്കൊരു അത്ഭുതം പോലെ തോന്നി. അങ്ങനെ ഞാൻ 2023 ഒക്ടോബർ മാസത്തിലാണ്, ഒക്ടോബർ 23-നാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് പപ്പയ്ക്ക് നാവിൽ പല്ലുരഞ്ഞിട്ടൊരു വേദന ഉണ്ടായി. ആ വേദന ഇടയ്ക്കിടെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞാനത് എൻ്റെ ഉടമ്പടിയിൽ എഴുതി സമർപ്പിച്ചു. അങ്ങനെ ആ വേദനയെ പറ്റി ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എഴുതി സമർപ്പിച്ചു. പക്ഷേ ആ വേദന കൂടിക്കൊണ്ടിരുന്നു. ഒരു നവംബർ മാസമൊക്കെ ആയപ്പോഴേക്ക് കീഴ്ത്താടിയിലൊരു സിസ്റ്റ് രൂപപ്പെടുകയുണ്ടായി. അങ്ങനെ ആ ആഴ്ചയിലെ ഒരു ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുകയുണ്ടായി, കീഴ്ത്താടിയിൽ സിസ്റ്റുള്ള, വലതുവശത്ത് കീഴ്ത്താടിയിൽ സിസ്റ്റുള്ളൊരു മകനെ കാണുന്നുണ്ട്. അത് ക്യാൻസറിൻ്റെയോ തൈറോയിഡിൻ്റെയോ ഭാഗമാണ്, പക്ഷെ അത് കർത്താവ് സുഖപ്പെടുത്തി തരും എന്ന് പറഞ്ഞു. ആ ആഴ്ച തന്നെ പപ്പ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് തൈലം പുരട്ടി കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ആ വേദന വീണ്ടും കൂടി ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോയി ദന്തൽ കോളേജിൽ കാണിച്ചു. അവിടെ ചെന്നപ്പോഴേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, RCCയിലേക്ക് റെഫർ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ജൂനിയർ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ തന്നെ പറഞ്ഞു ക്യാൻസറാണ്, 4th സ്റ്റേജിലാണ് ഉള്ളത് എന്നും പറഞ്ഞു. സർജറി ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെയധികം വിഷമിച്ച് അവിടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ എന്നോട് പറയുന്നത്, നിങ്ങൾ ഡോക്ടറെ കാണാൻ കയറിയപ്പോഴേക്ക് ഞാൻ മാതാവിനോട് കരഞ്ഞപേക്ഷിക്കുമായിരുന്നു. അപ്പം മാതാവ് എനിക്ക് പാസ് എന്നൊരു വാക്കാണ് കാണിച്ചു തന്നത്. അപ്പോൾ ഈ പരീക്ഷ നമ്മൾ പാസ്സാവും, പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഡോക്ടേഴ്സ് ഒന്നും പോസിറ്റീവായിട്ടൊരു റിപ്ലൈയും തരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കോൾ വരുന്നത്. ഉടനെ തന്നെ റേഡിയേഷൻ ഭാഗത്തിലേക്ക് വരണമെന്നും അവിടെ ഡോക്ടർ നമ്മളെ വെയിറ്റ് ചെയ്യുകയാണെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ അങ്ങോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഡോക്ടർ പെട്ടെന്ന് തന്നെ മരുന്നുകൾ, വേദനയുടെ മരുന്നുകളെല്ലാം എഴുതി തന്നു. പെട്ടെന്ന് തന്നെ ബയോപ്സി എടുക്കാനുള്ള പേപ്പറെല്ലാം റെഡിയാക്കി. അന്ന് തന്നെ ഞങ്ങൾക്ക് ബയോപ്സി എടുക്കാനായി. അച്ഛൻ പ്രാർത്ഥനയിൽ പറയാറുണ്ട് ഉടമ്പടിയുടെ സമയ ചുരുക്കത്തെ പറ്റി. അപ്പം ഞങ്ങളത് ജീവിതത്തിൽ പിന്നീട് അനുഭവിക്കുകയായിരുന്നു. 16 ദിവസം കൊണ്ട് വരേണ്ട റിപ്പോർട്ട് ഞങ്ങൾക്ക് വെറും 5 ദിവസം കൊണ്ട് ലഭിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ബയോപ്സിയുടെ റിസൾട്ട് വേഗം തന്നെ കിട്ടി. അതിൽ 4th സ്റ്റേജ് ക്യാൻസർ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. അടുത്ത ദിവസം തന്നെ കീമോതെറാപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ബോഡി വളരെയധികം വീക്കായി. മരുന്നിനോടൊന്നും ഒരു റെസ്പോൺസ് ഒന്നും കാണിക്കുന്നില്ല. അങ്ങനെ വീണ്ടും ഒരാഴ്ച കൂടെ അവിടെ അഡ്മിറ്റായിട്ട് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ വളരെയധികം വിഷമത്തിലൂടെയാണ് കടന്നുപോയത്. പക്ഷേ എപ്പോഴും മനസ്സിൽ മാതാവ് നമ്മളെ രക്ഷിക്കും, അച്ഛൻ പറഞ്ഞൊരു വാക്കും എനിക്ക് തന്ന അടയാളവും ഒക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ തളരാതെ പിടിച്ചിരിക്കുകയായിരുന്നു, ഇത് നമുക്ക് മാറ്റിത്തരും, കർത്താവ് നമ്മളെ സുഖപ്പെടുത്തും എന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത മാസം വീണ്ടും അഡ്മിറ്റായി കീമോതെറാപ്പി ചെയ്തു. പക്ഷെ ഫലമൊന്നും ഉണ്ടായില്ല. സിസ്റ്റ് പൊട്ടി വെള്ളം വരാനൊക്കെ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു ഇത് മരുന്നുകളോട് റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല, പിന്നെ ഒരു 3 മാസത്തെ ലൈഫ് സ്പാനാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ അത് കേട്ടിട്ടും നമ്മൾ ധൈര്യത്തോടെ പിടിച്ചു നിന്നു. 3 മാസം ഡോക്ടർക്ക് പറയാൻ പറ്റും, പക്ഷേ നമ്മുടെ മനസ്സിൽ നമ്മൾ മാതാവാണ് പറയുന്നത് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന്. അപ്പോൾ അത് വിശ്വസിച്ചാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം, എന്നാലേ രക്ഷയുള്ളൂ. പക്ഷേ അതിന് സാമ്പത്തികമായി നല്ല ചിലവുണ്ട് എന്ന് പറഞ്ഞു.
പക്ഷെ സാമ്പത്തികമായിട്ട് നമുക്ക് അന്നേരം ഒരുപാട് കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള സമയമാണ്. അത്രയും വലിയൊരു തുകയാണ് നമുക്ക് ആവശ്യമായിട്ട് വന്നത്. പക്ഷേ അതിനുള്ളൊരു സാമ്പത്തികം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനൊന്നും സാധിക്കില്ല. അങ്ങനെ വളരെ വിഷമിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി. പക്ഷെ മാതാവ് എൻ്റെ അടുത്ത് ഉള്ളിയിരുന്ന് പറഞ്ഞു, നീ ഇതിന് സമ്മതിക്ക്, ഇത് ഒരു രക്ഷയാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറിനോട് ഇത് സമ്മതിച്ചു. ഞങ്ങൾ ആ ട്രീറ്റ്മെൻ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 മാസം കൊണ്ട് നമുക്ക് അത് പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഒരു മുടക്കമില്ലാതെ മാതാവ് പലരിൽ നിന്നായി നമുക്ക് അതിനു വേണ്ടിയുള്ള സാമ്പത്തികം കണ്ടെത്തി തന്നു. ഒരുപാട് പേര് നമ്മളെ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ നമ്മളെ സഹായിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് തേടി വന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ഞങ്ങളെന്നും പ്രാർത്ഥിക്കുമ്പോൾ പപ്പ എന്നും തൈലം പുരട്ടി അവിടെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. നാവിലും സിസ്റ്റിലും എല്ലാം കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അതിനുള്ളൊരു ബലം ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെ എന്നും ഉപ്പുവെള്ളം വായിൽ കൊള്ളും. അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് സർജനെ കണ്ടപ്പോൾ ഇപ്പോൾ സർജറി ചെയ്യാനുള്ള അവസ്ഥയായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ 1.5 മാസം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടുന്നത്. അപ്പോൾ അത്രയും നാൾ പിന്നെയും വീണ്ടും കാത്തിരിക്കണം. അങ്ങനെ ഞങ്ങൾ പിന്നെയും വിഷമത്തോടെ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഫോണിൽ 8 എന്നൊരു അക്കം പെട്ടെന്ന് തെളിഞ്ഞു വന്നു. അപ്പം മാതാവ് ഇതൊരു അടയാളമായിട്ട് ഞങ്ങൾക്ക് തന്നാണെന്ന് മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് കോൾ വന്നു, ഈ മാസം ജൂലൈ മാസം 8-ാം തീയതിയാണ് നിങ്ങൾക്ക് സർജറി ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, നാളെ തന്നെ വന്ന് അഡ്മിറ്റ് ആയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്ന് അഡ്മിറ്റായി. സർജറിയും ഒരു മേജർ സർജറി ആയിരുന്നു. പക്ഷേ മാതാവും ഈശോയും കാരുണ്യത്താൽ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്കത് നടന്നു കിട്ടി. അടുത്ത മാസം 8-ാം തീയതി തന്നെ ഞങ്ങൾക്ക് റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. എല്ലാം പൂർണ്ണമായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഓരോ പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാണ് കയറുന്നത്. അതിൻ്റെ ബലമാണ് ഞങ്ങൾക്ക് കിട്ടിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഒരു ഹോപ്പും ഇല്ലാതെ എല്ലാവരും പറഞ്ഞൊരു അവസ്ഥയിൽ നിന്നും മാതാവ് ഞങ്ങളെ ഒരുപാട് രക്ഷിച്ചാണ് മുന്നോട്ടേക്ക് കൊണ്ടുവന്നത്. അത് ഒരിക്കലും ഞങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. നമ്മളെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരനുഭവമാണ് അതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. മാതാവ് എന്തിനാണ് എന്നോട് വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞതെന്ന് പിന്നെയാണ് എനിക്ക് ബോധ്യം ഉണ്ടായത്. കാരണം പപ്പയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം വരും, ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാനൊന്നും കഴിയില്ല, നീ വേണം അത് ചെയ്യാൻ എന്ന് മാതാവ് എന്നോട് വന്ന് പറഞ്ഞതാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ജീവിതത്തിലൊരു വലിയ പ്രതിസന്ധി ഉടമ്പടിയുടെ ശക്തിയിൽ പൂർണ്ണമായും ഞങ്ങൾക്ക് മറികടക്കുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നിരവധി വേറെ അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു 2 വർഷത്തോളമായിട്ട് എനിക്കൊരു സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു. ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുമായിരുന്നു. പുറത്തൊക്കെ പോകുമ്പോൾ അതിന് ചൊറിച്ചിലും വേദനയും ഒക്കെ വരും. അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് മാറി ചെയ്തു. പക്ഷേ ഒരു ഫലവും കണ്ടില്ല. ഉടമ്പടി എടുത്ത് തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്ക് പൂർണ്ണമായും അതിൽ മുക്തി ഉണ്ടായത്. ഇപ്പോൾ ഒരു പാട് പോലും ദേഹത്തില്ല. അത് മാതാവ് എനിക്ക് സുഖപ്പെടുത്തി തന്നു. അതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തിക കടങ്ങളും ഞങ്ങൾക്കുണ്ടായിരുന്നു. ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്തും അതിന് മുന്നേയും ഒക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി വിഷമിച്ചുകൊണ്ടാണ് പോയത്. പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ടായിട്ടും ട്രീറ്റ്മെൻറ്റിന് ഒരു മുടക്കവും വന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരുപാട് സാമ്പത്തിക കടങ്ങൾ ഞങ്ങളറിയാതെ തന്നെ ദൈവം പരിഹരിച്ചു തന്നു. ഭൂരിഭാഗം അത് കർത്താവും മാതാവും ചേർന്നാണ് ഞങ്ങൾക്ക് മാറ്റിത്തന്നത്. അതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. മാതാവിനും ഈശ്വരനും ജോസഫിനും നന്ദി പറയുന്നു. വീണ്ടും ഈ അവസരത്തിൽ വന്ന് നയിക്കുവാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി. ഞാൻ ഉടമ്പടി എടുക്കാതെ തന്നെ ഒരു ചെറിയ സാക്ഷ്യം പറഞ്ഞാണ് ഫെബ്രുവരി മാസത്തിൽ 2022. അത് വർഷങ്ങളായ എൻ്റെ ചികിത്സ മകൾ പറഞ്ഞതുപോലെ മുത്തന് വേദനയായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഉടമ്പടിയിലേക്ക് കടന്നത്. ഇപ്പോഴും ഞാൻ ഉടമ്പടിയിലാണ്. 12ാമത്തെ ഉടമ്പടി പുതുക്കിയതാണ്. പിന്നെ ഉടമ്പടിയിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വലിയ അസുഖങ്ങളല്ല എന്ന് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തി തന്നു. ജോസഫച്ചൻ ഒരുപാട് തന്നെ ഇതിനു വേണ്ടി
ഒരുപാട് പ്രാർത്ഥനയിൽ കൂടി എന്നെ സഹായിച്ചിട്ടുണ്ട്, എന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഇനിയും ഈ ഉടമ്പടിയിൽ തന്നെ ഉറച്ചിരുന്നുകൊണ്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇതൊന്നും ഒരു വലിയ അസുഖമായി ആരും കരുതരുത്. വളരെ ഉറച്ച വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാം. ദൈവത്തിൽ നന്ദി, എല്ലാവർക്കും നന്ദി. ഇവിടുത്തെ ദേവാലയത്തിന് പോകാനുകൂടി നന്ദി അർപ്പിക്കുന്നു. പപ്പ പറഞ്ഞതുപോലെ ക്യാൻസർ എന്ന അസുഖത്തെ പേടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവുമെന്ന് എനിക്കറിയാം. ആരും പേടിക്കണ്ട, മാതാവും ഈശോയും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മറികടക്കാൻ സാധിക്കും. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയാൻ ഞങ്ങൾ RCCയിൽ പോകുമ്പോഴായാലും പിന്നെ പപ്പയും ഞാനും ഒന്നിച്ചും അല്ലാതെയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സന്ദർശിക്കുകയും രോഗികളെ കാണുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ബുദ്ധിമുട്ടുകൾ ചോദിച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ അവർക്ക് കൊടുക്കും. അപ്പോൾ അവരും ഒരു സന്തോഷത്തോടെ പറയും, ഞങ്ങൾക്കും ഇത് അസുഖം ഭേദമായാൽ ഞങ്ങളും അവിടെ പോയി ഉടമ്പടി എടുക്കും എന്ന് ഞങ്ങളോട് പറയും. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം വീട്ടിലുണ്ടാക്കി കൊണ്ടു കൊടുക്കും, ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കൊടുക്കും. അങ്ങനെ ഒരുപാട് കാരുണ്യ പ്രവൃത്തികൾ ചെയ്താണ് ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ കടന്നു പോയത്. ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ആദ്യമായി ഈ അൾത്താരെ നിൽക്കാനിടയാക്കിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സുബി, ഇത് എൻ്റെ ഹസ്ബൻഡ് ലിൻസ്, ഞങ്ങളുടെ മകള് ഹന്ന. ഞങ്ങൾ വരുന്ന ഖത്തറിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുത്തത് 2024 ഒക്ടോബറിലാണ്. ഞാൻ ഖത്തറിൽ ചെന്ന് 1 വർഷം ഞാൻ ജോലിയില്ലാതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അമ്മ പറഞ്ഞ് അങ്ങനെ 2024 ഒക്ടോബറിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് അതിലാദ്യത്തെ നിയോഗം എനിക്കൊരു ജോലി വേണമെന്നായിരുന്നു. അങ്ങനെ ഡിസംബർ 7 അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട ദിവസം 2024 എനിക്ക് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു കമ്പനിയിൽ നിന്ന് വിളിച്ചു, ജോലിക്ക് വരാൻ തയ്യാറാണെങ്കിൽ ഡിസംബർ 26 ജോയിൻ ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ ആ ജോലിക്ക് ജോയിൻ ചെയ്തു. ആ ജോലി എന്ന് പറയുന്നത് എനിക്ക് ഉച്ച വരെ പോയാൽ മതി. പിന്നെ ഞങ്ങൾ താമസിക്കുന്നതിന് അടുത്ത് തന്നെ ഒരു 5 മിനിറ്റ് മാത്രം എനിക്ക് നടന്ന് പോയാൽ മതി ആ ജോലിക്ക്. ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാതെയാണ് എനിക്ക് ആ ജോലി കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ 2024 നാട്ടിൽ വന്ന് ജൂൺ 6 തീർത്ഥാടന ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ ആദ്യമായിട്ട് വെച്ച നിയോഗം എന്ന് പറയുന്നത്, ഞങ്ങളുടെ കുഞ്ഞ് ആ സമയത്ത് നാട്ടിലായിരുന്നു. ഞങ്ങൾ 2 പേരും 2 വിസയിലാണ് ഖത്തറിൽ പോയത്. ഹസ്ബൻഡ് നേരത്തെ ഖത്തറിലായിരുന്നു, ഞാൻ വേറെ വിസയിലാണ് പോയത്. അപ്പം കുഞ്ഞിനെ കൊണ്ടുവരാൻ ഫാമിലി വിസ കിട്ടണമെന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ആ നിയോഗത്തിൽ വെച്ചത്. തിരിച്ച് ഞങ്ങൾ ഖത്തറിൽ ചെന്നു. അതുവരെ ഹസ്ബൻഡ് വേറൊരു ജോലിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ലായിരുന്നു. തിരിച്ച് ചെന്നപ്പോൾ വേറൊരു കമ്പനിയിൽ നിന്ന് ഹസ്ബൻഡിന് ഇങ്ങോട്ടൊരു കോള് വന്നു, ആ ജോലിയിലോട്ട് കയറുന്നോന്ന് ചോദിച്ചുകൊണ്ട്. ബാക്കി ജോലിയുടെ കാര്യം ഹസ്ബൻഡ്. 2024 ജൂൺ 6 നാട്ടിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഖത്തറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ എനിക്ക് അവർ ഫാമിലി വിസ തരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഉടമ്പടിയിൽ ആദ്യം വെച്ചത് എനിക്ക് ഫാമിലി വിസ കിട്ടുക എന്നുള്ളതായിരുന്നു. തിരിച്ച് ഖത്തറിൽ ചെന്നിട്ട് ഞങ്ങൾ കമ്പനിയോട് ഒന്നുകൂടെ ഒന്ന് ആവശ്യപ്പെട്ടു, ഫാമിലി വിസ തരുമെന്ന്. അപ്പോൾ അവർ തരത്തില്ലെന്ന് വിളിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ മാതാവിൻ്റെ പ്രാർത്ഥന ഞങ്ങൾ ഡെയിലി ബ്രെഡിൽ എപ്പോഴും ഞങ്ങൾ ഈ കാര്യം ഈ നിയോഗം ഞങ്ങൾ സമർപ്പിക്കുമായിരുന്നു. ഒരു ദിവസം നേരത്തെ വിളിച്ച കമ്പനിയായിരുന്നു. അവർ രണ്ടാമത് ഞങ്ങളെ വിളിച്ച്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഞങ്ങളുടെ കമ്പനിയായിട്ട് വരാൻ, ഞങ്ങൾ ഫാമിലി വിസയൊക്കെ തരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം വൈഫും പറഞ്ഞു, മാതാവ് നമുക്ക് തന്നതാണ്, മാതാവായിട്ട് നമ്മളെല്ലാം നേരത്തെ നമ്മൾ വേണ്ടെന്ന് വെച്ച് ഒഴിവാക്കിയ കമ്പനിയാണ്, പിന്നെ അവർ വിളിക്കുന്നെങ്കിൽ ഇത് മാതാവായിട്ട് നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഞാനത് അവരോട് പറഞ്ഞു, എനിക്ക് ഓക്കെയാണ്, എൻ്റെ മെയിനായിട്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് കൊണ്ടുവരണം, എനിക്ക് ഫാമിലി വിസ തരണം എന്നാണ് പറഞ്ഞത്. അത് അവർ അംഗീകരിക്കുകയും ഇതുപോലെ ഞാൻ അവരോട് പറഞ്ഞു പ്രോസസ്സിങ്ങിനെങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു ആ സമയത്ത്. അപ്പോൾ ഞാൻ എൻ്റെ ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ ജോലിക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇല്ല നിങ്ങൾക്ക് ഫാമിലി വിസ തരത്തില്ല, ഇതിന് കൂടുതൽ ശമ്പളമൊന്നും തരത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ കമ്പനിയിൽ ഓഫർ വന്നിട്ടുണ്ട്, ഞാൻ പൊക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല നിങ്ങളെ ഞങ്ങൾ വിടത്തില്ല, നിങ്ങളെ ഇവിടുന്ന് ഞങ്ങൾ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുകയും നാട്ടിൽ തന്നെ ടെർമിനേറ്റ് ചെയ്ത് വിടുകയും ചെയ്യുമെന്ന് പറഞ്ഞു.
എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, ആ സമയം തന്നെ എൻ്റെ കമ്പനി പ്രോസസ്സിങ് തുടങ്ങിയിട്ടുണ്ട്. പുതിയ കമ്പനി പ്രോസസ്സിങ് തുടങ്ങിയുകൊണ്ട് ഇവർക്ക് ക്യാൻസൽ ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് മറ്റ് ജോലിയിലേക്ക്, അതുപോലെ തന്നെ ഈ കമ്പനി പറഞ്ഞു നിങ്ങൾക്കൊരു സെറ്റിൽമെൻറ്റ് തരില്ല, നിങ്ങളെ ടെർമിനേറ്റ് ചെയ്ത് വിടുമെന്ന് പറഞ്ഞു. മാതാവിൻ്റെ കൃപയെന്ന് പറയട്ടെ, എനിക്ക് ആ സമയം തന്നെ പുതിയ കമ്പനി പ്രോസസ്സിങ്ങിനിടുകയും ആ പ്രോസസ്സിങ്ങിൽ തന്നെ നോട്ടീസ് പീരീഡായി. നോട്ടീസ് പീരീഡിൽ തന്നെ എനിക്ക് പഴയ കമ്പനി എനിക്ക് തരേണ്ട സെറ്റിൽമെൻറ്റും എനിക്ക് തരേണ്ട NOC എല്ലാം തന്ന് എനിക്ക് പുതിയ കമ്പനിയിൽ ജോലി പ്രവേശിക്കാൻ പറ്റി. പിന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ ഉള്ള വിസ അപേക്ഷിച്ച് വിസയും ഉടനെ തന്നെ ലഭിക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്, പണ്ടൊന്നും പ്രാർത്ഥിക്കാനൊന്നും ഭയങ്കര മടിയാണ്, വേദോത്സവമൊന്നും വായിക്കാനൊക്കെ മടിയായിരുന്നു. ക്രിസ്ത്യാനിയാണെങ്കിലും വേദോത്സവം ഒന്നും വലുതായിട്ടൊന്നും വായിക്കത്തൊന്നുമില്ല. പള്ളിയിലുമൊക്കെ പോകുന്നത് കുർബാനയൊക്കെ കഴിഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് വേദോത്സവം ഇപ്പം വായിക്കാനും രാവിലെയും വൈകിട്ടും എല്ലാം വേദോത്സവം വായിക്കാനും നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും എല്ലാവരോടും നല്ല രീതിയിൽ, ദേഷ്യമൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു, പിന്നെ എല്ലാവരോടും നല്ല രീതിയിൽ ദേഷ്യം ഇല്ലാതെ നല്ല രീതിയിൽ സംസാരിക്കാനും നല്ല രീതിയിൽ ഇടപെടാനും പറ്റി. പിന്നെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കുർബാന കഴിയുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് ചെല്ലത്തുള്ളൂ. ഞാൻ പറയും നേരത്തെ അങ്ങോട്ട് ചെന്നിട്ട് എന്തെടുക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും, വൈഫിനോട് പറയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെയല്ല, പള്ളിയിൽ കുർബാന തുടങ്ങുമ്പോൾ തന്നെ ചെല്ലണമെന്നും എല്ലാ പ്രാവശ്യവും കുർബാനയ്ക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴെങ്കിലും ദുഃഖിച്ചിരിക്കുമ്പോൾ മാതാവിനോട് വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ മാതാവ് അടുത്ത ദിവസം ഞങ്ങൾക്ക് അതിന് ഉത്തരം തന്നിരിക്കും. അത് ഒത്തിരി അനുഭവമാണ്. പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും വണ്ടിയിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. എവിടെ നിന്നാലും ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലിയിട്ടേ പോകത്തുള്ളൂ. വണ്ടിയിൽ നിന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ ഞങ്ങളവിടെ ഉപ്പിട്ടിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞങ്ങൾ കയറി കഴിഞ്ഞാൽ എത്ര വലിയ തടസ്സം ഉണ്ടെങ്കിലും അതെല്ലാം മാറി ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റും. ഒട്ടനവധി അനുഭവങ്ങൾ, അധികം അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. പിന്നെ കുഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് മാതാവ് ഒരു വാഹനം തന്നു ഖത്തറിൽ. അത് മാതാവ് തന്നതാണ്. അത് അറിയിക്കാൻ വേണ്ടി ഗ്രേ കളറിൽ തന്നെ അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അത് മേടിക്കാൻ ടൈമായപ്പോൾ എല്ലാം മാതാവ് ഞങ്ങൾക്ക് തന്നു. പിന്നെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഏപ്രിൽ 30 ഫാമിലി വിസ കിട്ടണം. അത് ഡെയിലി ബ്രെഡിൽ കുഞ്ഞിൻ്റെ പാസ്പോർട്ടാണെന്ന് എഴുതി എൻ്റെ ഹസ്ബൻഡിൻ്റെയും പാസ്പോർട്ട് വെച്ച് പ്രാർത്ഥിക്കും. ഏപ്രിൽ 30 ഫാമിലി വിസ കിട്ടി. കുഞ്ഞിൻ്റെ വിസ അതുപോലെ ജൂലൈ 1 എൻ്റെ ബർത്ത്ഡേ, അപ്പോൾ ആ ഗിഫ്റ്റായിട്ട് തരണമെന്ന് അതും പ്രാർത്ഥിച്ചു. ജൂലൈ 1 കുഞ്ഞിൻ്റെ വിസ അപ്രൂവായി. ഇപ്പം ഞാൻ പിന്നെ ജൂലൈ 27 നാട്ടിൽ വന്ന് കുഞ്ഞിനെ കൊണ്ടുപോയി. ഇപ്പം ഞങ്ങൾ ജപമാല റാലിക്കും സാക്ഷ്യം പറയാനും വേണ്ടി വന്നതാണ്. ചൊവ്വാഴ്ച തിരിച്ചു പോകും. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്, ഇവിടുന്ന് പത്രം മേടിച്ച് RCCയുടെ അവിടെ റോഡിലൊക്കെ നിന്ന് ഞങ്ങൾ പത്രം കൊടുക്കും. പിന്നെ ഞങ്ങൾ അടുത്തുള്ളവർക്ക് വീടുകളിലൊക്കെ കൊടുക്കും. പിന്നെ ഖത്തറിൽ ഇവിടുന്ന് പത്രം മേടിച്ച് ഇംഗ്ലീഷും മലയാളവും മേടിച്ച് അവിടെ ഇംഗ്ലീഷുകാർക്ക് മദർ മേരി ടെസ്റ്റ് മണിയ വായിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ മലയാളം പത്രം അവിടെ പള്ളിയിൽ വരുന്ന എല്ലാവർക്കും കൊടുക്കും. പിന്നെ ഞങ്ങളുടെ സാലറിയിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതത്തിൽ നിന്ന് ഒരു തുക ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ ഒരു ഓർഫണേജിൽ കൊടുത്തായിരുന്നു. അതുപോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഞങ്ങളുടെ കഴിവനുസരിച്ച് ഞങ്ങൾ പൈസ കൊടുക്കും. ഇത്രയേറെ തന്ന അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി.